സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവരോടോ ഉള്ളതും കൂടി എടുത്തു കളയും എന്ന് യേശു കർത്താവ് തന്റെ ശുശ്രൂഷ വേളയിൽ പറയുവാനിടയായി. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിച്ച് വചനത്തിന്റെ മാർമിക സത്യങ്ങളെ അറിയുവാൻ നമുക്ക് പരിശ്രമിക്കാം. കർത്താവിന്റെ ഏകദേശ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ കുടുംബത്തിന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഏഞ്ചൽസിന്റെ മിനിസ്ട്രിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ, ഈ ചില ആഴ്ചകൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ആയിരിക്കാം. നമുക്ക് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാതപീഠമാക്കുവോളോ നീ എന്റെ വലത്തുഭാഗത്തിരിക്ക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗമാണ്. ദൈവമക്കളെ, പ്രത്യേകിച്ച് എബ്രായ ലേഖനം 1-ാം അധ്യായം നമ്മൾ വളരെ ശക്തമായി പഠിച്ചെങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. 2008 വാക്ക് ബൈ ഫെയ്ത്ത് എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ പഠിച്ചതും പഠിപ്പിച്ചതും ചിന്തിച്ചതും എല്ലാം എബ്രായ ലേഖനത്തിൽ നിന്നായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് വിശ്വാസത്താൽ നടക്കേണ്ടത് എന്നുള്ളത് എന്നെ ദൈവാത്മാവ് പഠിപ്പിക്കാനിടയായി തീർന്നു. അതനുസരിച്ചിട്ട് അനേകരെ ഈ വിഷയം ഞാൻ പഠിപ്പിക്കുകയും അത് അനേകർക്ക് വിടുതലും ആശ്വാസമായി തീരുവാനും ദൈവം സഹായിച്ചു. ഇതിനകത്ത് വായിച്ചത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാകുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? യേശു കർത്താവിൻ്റെ ഉള്ള ബന്ധത്തിലാണ് പറയുന്നത്. 110-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ് നമ്മളിവിടെ കണ്ടത്. യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാകുവോളം നീ എന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. അത് ദൂതന്മാരോടല്ല പറഞ്ഞത്, യേശുവിനോടാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവായ യേശു തന്നെ ദാവീദിനോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്. ദാവീദിനെ കർത്താവ് എന്ന് വിളിക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് തിരിയുന്നില്ല. എന്നാൽ ഒരു കാര്യം പറഞ്ഞിരിക്കണം, ദൂതന്മാരോടല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആരോടാണ് പറഞ്ഞിരിക്കുന്നത്? ആരാണ് ദൂതന്മാർ? അവരെന്ത് ചെയ്യുന്നു? 14-ാമത്തെ വാക്യം. അവർ ഒക്കെയും രക്ഷ പ്രാപിക്കാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? പ്രൈസ് ദി ലോർഡ്. ഈ നമ്മുടെ ഈ സ്റ്റഡി തീരുന്നവരെ നമ്മുടെ കുറിവാക്യം ഇത് തന്നെയായിരിക്കും. അവർ ഒക്കെയും, ആരൊക്കെയും? ഈ ദൂതന്മാരൊക്കെയും രക്ഷ പ്രാപിക്കാനുള്ളവർക്ക് വേണ്ടി അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ്. അപ്പൊ ദൂതന്മാരുടെ പ്രത്യേകത എന്താണ്? ദൂതന്മാർ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടി അല്ലെന്നുണ്ടെങ്കിൽ രക്ഷ പ്രാപിക്കാനുള്ളവർക്ക് വേണ്ടി അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൂതന്മാരെ എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടിയും അയക്കപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ജീവിതത്തിലുള്ള സ്ഥാനവും അവർക്കുള്ള പദവിയും അവർ നമുക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നതെന്ന് നാം അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അവരെപ്പോഴാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം. സ്തോത്രം. ഈ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നിങ്ങളോടും എല്ലാ മനുഷ്യരോടും പ്രസംഗിക്കുമ്പോഴും ഒക്കെ ഞാൻ പറയാറുള്ളത്, വളരെ സൂക്ഷിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ. പ്രൈസ് ദി ലോർഡ്. കൈ കിട്ടിയതുപോലെ കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾ ജാതികളെ പോലെ എന്ത് ചെയ്യരുത്? ജൽപ്പനം ചെയ്യരുത്. നമ്മൾ പറയുന്ന വാക്കുകൾ വളരെ സൂക്ഷിക്കണം. ഉപകാരമായി വരുന്ന വാക്കുകളല്ലാതെ പ്രതികൂലമായി വരുന്ന വാക്കുകൾ പറയാൻ ഇടയായി തീരരുത്. പ്രാർത്ഥിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും പറയുമ്പോഴും പ്രൈസ് ദി ലോർഡ്, നമ്മുടെ വാക്കുകൾ നമുക്കെതിരായി നിൽക്കരുത്. സ്തോത്രം. അത് നിങ്ങൾ ഈ സ്റ്റഡിയോടുകൂടി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പറഞ്ഞത് എന്താണെന്നറിയാമോ? അവരൊക്കെയും രക്ഷ പ്രാപിക്കാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവാത്മാക്കളല്ലയോ? അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 6ഉം 7ഉം വാക്യം 1-ാം അധ്യായത്തിന്റെ. പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു. കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. ഇവിടെ വായിച്ചത് നിങ്ങൾ ശ്രദ്ധിക്കണം.
യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ ദൂതന്മാർ അവനെ നമസ്കരിച്ചിരിക്കണം. അതിൻ്റെ അർത്ഥം ആ ദൂതന്മാർ ദൈവത്തിൻ്റെ കർത്താവായ യേശുവിൻ്റെ സേവകാത്മാക്കളാണ്. പ്രൈസലോട് നമുക്ക് വേണ്ടി സേവ ചെയ്യുന്നതിന് വേണ്ടി കർത്താവായിട്ട് പ്രൈസലോട് കൊടുത്തിരിക്കുന്നവരാണ് ഈ സേവകാത്മാക്കൾ, ദൂതന്മാർ എന്നാണ് നമ്മളിവിടെ കണ്ടത്. അവരെങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ അടുത്ത് വായിക്കുന്നത്. കാറ്റുകളെ തന്നെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്നെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. ദൈവകയിൽ കാറ്റ്, നിങ്ങളുടെ അടുക്ക കാറ്റുണ്ടോ? നിങ്ങളുടെ ചുറ്റും കാറ്റുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആരുണ്ട്? ദൂതന്മാർ ഉണ്ട്. ഇനിയും അഗ്നിജ്വാലയെ തന്നെ ശുശ്രൂഷകന്മാരാക്കുന്നു. ഞാൻ അത് മാത്രം നിങ്ങളെ ഒന്ന് എടുത്തു കാണിക്കാം. അഗ്നിജ്വാല എങ്ങനെയാണ് ശുശ്രൂഷകന്മാരാക്കുന്നത്? ചന്ദ്രക്ക് മേശം അഭേന്ദ്രവും തീയിൽ വീണപ്പോൾ തീയുടെ ശക്തി 7 ഇരട്ടി വർദ്ധിപ്പിച്ചു. നെബൂഖദ്നേസറിന്റെ വാക്കിനെ അല്ലെന്നുണ്ടെങ്കിൽ നെബൂഖദ്നേസറിന്റെ കൽപ്പനയെ അതിജീവിച്ചത് പ്രൈസലോട് എങ്ങനെയാണ്? ഇവരെ പ്രൈസലോട് അവരെ തീയിലേക്ക് കൊണ്ടുവന്ന് ഇട്ടവരെ തീ എന്ത് ചെയ്തു? അപ്പം തന്നെ അവരെ ദഹിപ്പിച്ചു. എന്നാൽ ഇവരെ എന്തുകൊണ്ട് തീ ദഹിപ്പിച്ചില്ല? അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരാക്കി. അഗ്നിജ്വാല ഇപ്പൊ അവരെ ശുശ്രൂഷിക്കുകയാണ്. എങ്ങനെയാണ് ശുശ്രൂഷിക്കുന്നത്? നിങ്ങൾ നോക്കിക്കണം. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും, നെബൂഖദ്നേസർ രാജാവ് തന്നെ പറയുന്നു, ദൈവം തന്റെ ദൂതനെ അയച്ച് ഈ ബാലകന്മാരെ വിടുവിച്ചു എന്ന്. ആ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് അവിടെ സമ്മതിക്കുന്നു. പ്രൈസലോട് ആ അഗ്നിജ്വാല അവരുടെ കെട്ടുകളെ പൊട്ടിച്ചു കളഞ്ഞു. പക്ഷേ എന്നുണ്ടെങ്കിൽ അവർക്ക് തീയുടെ മണം പോലും അവരുടെ ശരീരത്തിൽ ഉണ്ടായില്ല. എന്താണ് കാരണം? അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരാക്കുന്നു. തീ എങ്ങനെയാണ്? കർത്താവിന്റെ വചനത്തിൽ വായിക്കുന്നു, യെശയ്യാപ്രവചനം 43 വായിക്കുന്നു, തീ നിന്നെ ദഹിപ്പിക്കത്തില്ല, വെള്ളം നിന്നെ മുക്കിക്കളയത്തില്ല. പ്രൈസലോട് എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? പ്രൈസലോട് തീയെ ദൈവം എന്തായിരിക്കുന്നു? ശുശ്രൂഷകന്മാരാക്കുന്നു. അഗ്നിജ്വാല അല്ലെന്നുണ്ടെങ്കിൽ തീയെ പ്രൈസലോട് ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രൈസലോട് കാറ്റുകൾ തൻ്റെ ദൂതന്മാരാണ്. സ്വത്രം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഇവർക്കുള്ള പ്രാധാന്യം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രൈസ് ലോർഡ്. സ്വത്രം. ഇവരെ ഈ ഏഞ്ചൽസിനെ കുറിച്ച് പറയുന്നത് 280 പ്രാവശ്യം പ്രൈസ് ലോർഡ് തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ യാക്കോബയിലായിരുന്നപ്പോൾ ഇതിനെ ഈ ഏഞ്ചൽസിനെ ദൂതന്മാരെ വിളിക്കുന്ന മാലാഹ എന്നായിരുന്നു. മാലാഹമാർ എന്നാണ്. ഈ മാലാഹമാർ എന്ന് പറയുന്നത് അത് ചില വേർഡുകൾ പ്രൈസലോട് ഞങ്ങൾ യാക്കോബായിൽ ഉപയോഗിക്കാറുണ്ട്. അത് മിക്കതും എബ്രായ ലാംഗ്വേജിൽ നിന്നും വന്നിട്ടുള്ള വേർഡുകളാണ് പ്രൈസലോട്. അതാണ് അവർ ഉപയോഗിച്ചത്. റൂഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂഹ് എന്ന് പറഞ്ഞ വേർഡിൽ നിന്നുമാണ് രൂഹ, പരിശുദ്ധ രൂഹ എന്ന് പറയുന്നത്. അതാണ് പ്രൈസലോട് പരിശുദ്ധാത്മാവ്. പ്രൈസലോട്. മാലാഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലാഖ് എന്ന വേർഡിൽ നിന്നും മാലാഖ എന്ന വേർഡ് ആയിത്തീർന്നതാണ്. അൺക്ലീൻ സ്പിരിറ്റും ഉണ്ട്, ക്ലീൻ സ്പിരിറ്റും ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. 26 പ്രാവശ്യം പ്രൈസലോട് അൺക്ലീൻ സ്പിരിറ്റ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനകത്ത് പഴയ നിയമത്തിൽ 1 പ്രാവശ്യവും ഉപയോഗിച്ചിട്ടുണ്ട്. ഡെവിൾ എന്ന വേർഡ് 33 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇത് നമ്മൾ കൂടുതലായിട്ട് ചിന്തിച്ച് പഠിക്കാനായിട്ട് പോവുകയാണ്. സ്തോത്രം. ഇനിയും 4 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ മിനിസ്ട്രി, 5 തരത്തിലുള്ള മിനിസ്ട്രി, അതിനെക്കുറിച്ചാണ് ആദ്യം. രണ്ടാമത് പൈശാചികൻ്റെ 5 തരത്തിലുള്ള മിനിസ്ട്രി. പ്രൈസ് ദി ലോർഡ്. ഏഞ്ചൽസിൻ്റെ 5 തരത്തിലുള്ള മിനിസ്ട്രി, അതുപോലെ തന്നെ ഭൂമിയുടെ 5 തരത്തിലുള്ള ഡിവിഷൻ. ഈ 5 ഡിവിഷൻസിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് ഇന്ന് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ചിന്തിക്കുമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. 5 ഡിവിഷൻസ് ഓഫ് മിനിസ്ട്രി ഇൻ ദ ഗോഡ്സ് മിനിസ്ട്രി, അതിനെക്കുറിച്ചാണ് ഇത് ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഓക്കെ. അപ്പം മോശ അല്ല
പിന്നെ ആരാണ് ഇങ്ങനെ നിയമിച്ചിരിക്കുന്നത്? അവൻ ആര്? കർത്താവായ യേശു. പ്രൈസ് ദി ലോർഡ്. ഇതുകൊണ്ടാണ് പ്രൈസ് ദി ലോർഡ് പലപ്പോഴും നമുക്ക് പല രീതിയിലും മനസ്സിലാകാത്ത ഒരു വിഷയം. മോശയുടെ തന്നെ ശുശ്രൂഷ വേളയിൽ നിയമത്തിന്റെ രക്തം എന്ന് പറഞ്ഞ് അവരെ തളിക്കുന്നുണ്ട്. ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളും വ്യവസ്ഥകളും അവരെ പഠിപ്പിച്ചു, അവരെ രക്തം തളിച്ചു. നിയമത്തിന്റെ രക്തം. യേശു കർത്താവ് ഈ നിയമത്തിന്റെ രക്തം പ്രൈസ് ദി ലോർഡ് മർക്കോസിന്റെ മാളികയിൽ വെച്ച് തിരുവത്താഴ ശുശ്രൂഷയിൽ പറഞ്ഞു, ഇതാ പുതിയ നിയമത്തിൽ എൻ്റെ രക്തം എന്ന് പറഞ്ഞ് അവർക്ക് കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മൾ തിരുവത്താഴ സമയത്ത് നമ്മൾ ഭക്ഷിക്കുന്നത്. അത് വളരെ സൂക്ഷിക്കണം എന്താണ് പറയുന്നത് എന്നുള്ളത്. ആ തിരുവത്താഴ ശുശ്രൂഷയിൽ പറയുന്നത് നിയമത്തിന്റെ രക്തം, പുതിയ നിയമത്തിന്റെ രക്തം. ഈ രക്തം പ്രൈസ് ദി ലോർഡ് നമുക്ക് വേണ്ടി കർത്താവ് നിയമം ചെയ്തതാണ്. ഈ നിയമം കർത്താവ് ലംഘിക്കത്തില്ല, നമ്മൾ ലംഘിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. ഞാൻ എന്ന് സ്ഥിരത്താഴം എടുക്കുമ്പോഴും ഒരു കാര്യം ഞാൻ പ്രാർത്ഥിക്കണം, കർത്താവേ നീ നിയമത്തെ ലംഘിക്കാത്തവനാണ്, എനിക്ക് നിന്റെ നിയമം ലംഘിക്കാൻ ഇടവരാതെ എന്നെ പരിപാലിച്ചോളണം. പ്രൈസ് ദി ലോർഡ്. ദാവീദ് പറഞ്ഞു, എൻ്റെ വായ്ക്ക് കാവൽ നിർത്തി അധരദ്വാരം കാക്കണമേ എന്ന്. കർത്താവേ എൻ്റെ കൈകളും എൻ്റെ കാലുകളും പാപത്തിലേക്ക് തിരിയാതെ എന്നെ പരിപാലിക്കണം. നിന്റെ നിയമം തെറ്റിക്കുവാൻ ഇടയായി തീരരുതേ. പ്രൈസ് ദി ലോർഡ്. തിരുവത്താഴം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ തിരുവത്താഴ ശുശ്രൂഷയിൽ പ്രൈസ് ദി ലോർഡ് കർത്താവെ ആ രക്തം, ആ പാനപാത്രം കർത്താവിൻ്റെ ദാസന്മാരിൽ നിന്ന് വാങ്ങുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ പ്രാർത്ഥിക്കണം, തന്നെത്താൻ ശോധന ചെയ്യണം. ഈ നിയമം ലംഘിക്കാൻ ഇടയായി തീരരുത്. എന്താണ് നിയമം ശോധന ചെയ്യേണ്ടത്? നിയമം തെറ്റിക്കാൻ ഇടയായി തീരരുത്. അപ്പോൾ കർത്താവ് എങ്ങനെയാണ് ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്? അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ അവരെന്ത് ചെയ്തു? സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ പ്രൈസ് ദി ലോർഡ് ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചു. 5 ഡിവിഷൻ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ മിനിസ്ട്രി 5 ഡിവിഷൻസ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അറിയാവുന്ന വേറൊരു വലിയ സംഭവം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. എവിടെ ഒറിജിനൽ ഉണ്ടോ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ എവിടെ ഒറിജിനൽ ഇല്ലയോ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകത്തില്ല. സ്വത്രം. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ പ്രൈസ് ദി ലോർഡ് ഈ കളർവെട്ടുകൾ ഉണ്ടാക്കാനായിട്ട് മിടുക്കരാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ത്യക്കാരാണെന്നോ പാകിസ്ഥാനികളാണെന്നോ എല്ലാം ഇതേമാതിരി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ മിടുക്കരാണ്. ഇന്ത്യയിൽ ഞാൻ ബോംബെയിലായിരുന്ന സമയത്ത് മെയ്ഡ് ഇൻ USA എന്ന് പറഞ്ഞ സാധനം കിട്ടാറുണ്ട്. വളരെ ചീപ്പാണ്. മെയ്ഡ് ഇൻ USA. പ്രൈസ് ദി ലോർഡ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ USA പേരുണ്ട്. കാണുന്നവർക്കെല്ലാം മെയ്ഡ് ഇൻ USA വാങ്ങിച്ചോന്ന് പറയും. ഉല്ലാസനഗർ സിന്ധി അസോസിയേഷനിൽ ഉണ്ടാക്കുന്നതാണ് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ. എന്നിട്ട് അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് USA. അവർ USA വലിയോ ആന്നു. എന്താണ് അതിൻ്റെ ഒറിജിനൽ പേര്? ഉല്ലാസനഗർ സിന്ധി അസോസിയേഷൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ ഇന്ത്യക്കാർ വളരെ മിടുക്കരാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം, ഈ ഡ്യൂപ്ലിക്കേറ്റ് പിശാചും ഭയങ്കര തന്ത്രപരമായിട്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പം യേശു 5 ഡിവിഷൻസ് സുവിശേഷന്മാരെ അല്ലെന്നുണ്ടെങ്കിൽ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും സുവിശേഷന്മാരെയും ഇടയന്മാരെയും ഉപദേശകന്മാരെയും നിയമിച്ചു എന്നുണ്ടെങ്കിൽ പിശാച് ചെയ്തേക്കുന്നത് 5 ഡിവിഷൻസ് ഉണ്ട് അവരുടെ മിനിസ്ട്രിയിൽ. അത് പ്രൈസ് ദി ലോർഡ് എഫേസ്യ ലേഖനം 6-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിച്ചാണ്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുകയും നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. പ്രൈസ് ദി ലോർഡ്. ഇത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അണ്ടർലൈൻ ചെയ്യുക, എഴുതിയെടുക്കാൻ താല്പര്യമുള്ളവർ എഴുതിയെടുക്കുക. 5 ഡിവിഷൻസ് ഓഫ് ഡെവിൾസ് മിനിസ്ട്രി. പിശാചിന്റെ തന്ത്രങ്ങൾ. ഇവിടെയാണ് പലപ്പോഴും ദൈവവേദനയിൽ നമ്മളൊക്കെ കുടുങ്ങിപ്പോകുന്നത്. പിശാചിന്റെ തന്ത്രങ്ങളിലാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് പറയുന്നത് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ട ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമുക്ക് പോരാട്ടമുള്ളത് പ്രൈസ് ദി ലോർഡ് സ്തോത്രം ജഡരക്തങ്ങളോടല്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്ന ആരോടാണ്? ജഡരക്തങ്ങളോട് തന്നെയാണ് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തേതാണ് വാഴ്ചകൾ. മൂന്നാമത്തേത് അധികാരങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നാലാമത്തേത് അന്ധകാരത്തിന്റെ ലോകാധിപതി. പിന്നെ 5-ാമത്തേതാണ് സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന.
ഞാനിത് അനേക നാളുകളായി പല പ്രാവശ്യം പലരെയും പഠിപ്പിച്ചിട്ടുള്ളതാണ്. നിങ്ങളൊരു ചതുരം വരച്ചിട്ട് ആ ചതുരത്തിൻ്റെ നടുക്ക് ഞാൻ എഴുതുക, എന്നിട്ട് 4 സൈഡിലും എഴുതുക. എന്തൊക്കെ എഴുതേണ്ടത്? പിശാചിൻ്റെ തന്ത്രങ്ങൾ ഒരു സൈഡിൽ, രണ്ടാമത് എഴുതേണ്ടത് പ്രൈസ് ദി ലോർഡ് വാഴ്ചകൾ ഒരു സൈഡിൽ, അധികാരങ്ങൾ ഒരു സൈഡിൽ, അന്ധകാരത്തിൽ ലോകാധിപതി ഒരു സൈഡിൽ, പ്രൈസ് ദി ലോർഡ്. ഇത് എഴുതി കഴിയുന്നത് 4 കോണും 4 സൈഡും തികഞ്ഞു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞതിന് ശേഷം സ്വർഗ്ഗലോകങ്ങളിലെ ദുഷ്ടാത്മസേന അത് മുകളിൽ. ഇനി നിങ്ങൾ നോക്കി, നിങ്ങൾ പലരും പറയുന്ന ലോകത്തിലുള്ള മിക്കവാറും ആൾക്കാർ പറയുന്നത് ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതുവഴിയൊക്കെ വരുന്നത് 4 പാടൂടെയാണ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ 4 പാടൂടെയാണ് വരുന്നത്. അനുഗ്രഹം വരുമ്പോഴും 4 പാടൂടെ വരുന്നത്, എല്ലായിടത്തൂടെയാണ് വരുന്നത്. ദൈവമക്കളെ, ഈ എല്ലായിടത്തൂടെ ഈ പ്രശ്നം ഉണ്ടായതാണ് പിശാചിൻ്റെ പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ഡിവിഷനിലാണ് 5 ടൈംസ് ഓഫ് ഡിവിഷൻസ് ആർ 5 ഡിവിഷൻസ് ആർ ദെയർ. അവൻ എന്തിനാണ് പ്രൈസ് ദി ലോർഡ് ഈ ശുശ്രൂഷന്മാരെ ആക്കി വെച്ചിരിക്കുന്നത്? ദൈവം അങ്ങനെ ശുശ്രൂഷന്മാരെ ആക്കി വെച്ചിട്ടുണ്ട്. പിശാചും 5 തരത്തിലുള്ള ശുശ്രൂഷന്മാരെ ആക്കി വെച്ചിട്ടുണ്ട്. അവൻ്റെ തന്ത്രങ്ങൾ പ്രൈസ് ദി ലോർഡ്. 2 പ്രൈസ് ദി ലോർഡ് സ്തോത്രം വാഴ്ചകൾ, അധികാരങ്ങൾ, പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ പ്രൈസ് ദി ലോർഡ് ഒരുപാട് വിശദീകരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ വിശദീകരിക്കുന്നില്ല. അന്ധകാരത്തിൻ്റെ ലോകാധിപതി, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന, പ്രൈസ് ദി ലോർഡ്. ഇതിനോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. എന്താണ് സർവായുധവർഗത്തിൻ്റെ പ്രത്യേകത? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഈ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞിടത്ത് നിങ്ങൾ നോക്കണം, നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെയോ അല്ലെന്നുണ്ടെങ്കിൽ വലിയ ഓഫീസിൻ്റെ മുന്നേ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി നിൽപ്പുണ്ട്. സെക്യൂരിറ്റിയുടെ കയ്യിൽ ക്ലോക്കുണ്ട്, വാളുണ്ട്, എന്തെല്ലാം കയ്യിലുണ്ടോ ഇതെല്ലാം ഉണ്ട്. അവരോട് ചോദിക്കുക, നീ ആരെങ്കിലും വെടിവെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് മിക്കവാറും ഒരുത്തനെയും വെടിവെച്ച് കാണത്തില്ല, ആരെയും ഒന്നും കാണത്തില്ല. പിന്നെ അവരെന്ത് ചെയ്തിരിക്കുന്നത്? അവനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് അറിയാം ഇവൻ സെക്യൂരിറ്റിയാണ്, വളരെ കെയർഫുള്ളായിരിക്കും. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ച് നിന്നാൽ മതി, ദുഷ്ടൻ നമ്മളോട് അടുത്ത് വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 5 ഡിവിഷൻസ് നമ്മൾ കാണാനിടയായി തീർന്നത്. ഇനി അടുത്തത് ഏഞ്ചൽസിൻ്റെ 5 ഡിവിഷൻസ് ആണ്. ഇത് കുറച്ചേറെ കാര്യം പറയാനുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോണം. 1 സാറാഫുകൾ. പ്രൈസ് ദി ലോർഡ്. സാറാഫുകൾക്ക് പിന്നെ ഇതിനകത്തിൽ ഏഞ്ചൽസ് എന്ന് പറയുന്നുണ്ട്. കേൾക്കുന്നുണ്ട് തന്നെ നമുക്ക് തോന്നും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതെല്ലാം ഈ കൊച്ചു പെൺപിള്ളേരെയൊക്കെ ചിറകൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നിർത്തി വെച്ചേക്കുന്ന. അവിടെ സ്ത്രീ വർഗം എന്ന് പറയുന്നത് ഏഞ്ചൽസിൻ്റെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ റീപ്രൊഡക്ഷൻ ഇല്ലാത്തത് കൊണ്ട് എല്ലാം പുരുഷ ജാതി മാത്രമേ ഉള്ളൂ, സ്ത്രീ വർഗമില്ല. സ്തോത്രം. അത് പ്രത്യേകം ഓർത്തുകൊള്ളണം. അത് നിങ്ങളുടെ താഴോട്ട് വരുന്ന പഠിക്കുന്നുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാകും. അത് പ്രത്യേകം ഞാൻ പഠിപ്പിക്കുന്നതുമായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രത്യേകത പ്രൈസ് ദി ലോർഡ്. ചിറകുള്ളത് എല്ലാത്തിനും ചിറകില്ല, ചിറകുള്ളതുകൊണ്ട് ചിറകില്ലാത്തതുണ്ട്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതൊക്കെ ഇത് എല്ലാത്തിൽ പല ആൾക്കാരും പല ദൂതന്മാരും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ്. പ്രൈസ് ദി ലോർഡ്. സാറാഫുകളെ കുറിച്ച് നമ്മൾ കാണാൻ പോവാണ്. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിച്ചാണ്. ഓരോരുത്തനെ 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവർക്ക് എത്ര ചിറകുണ്ട്? 6 ചിറകുണ്ട്. പ്രൈസ് ദി ലോർഡ്. 2 കൊണ്ട് കണ്ണു മൂടി, 2 കൊണ്ട് കാല് മൂടി, 2 കൊണ്ട് പറന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മൾ അറിഞ്ഞിരണം. സാറാഫുകൾ. പ്രൈസ് ദി ലോർഡ്. അവർ ദൈവത്തെ സ്തുതിക്കുന്ന ആ സ്തുതിയോട് നിങ്ങൾ നോക്കണം. ഒരുത്തനോട് പ്രൈസ് ദി ലോർഡ്. ഒരുത്തനോട് എന്താ പറയുന്നത്? ചിലർ പറയാറുണ്ട്, പ്രസംഗിക്കാണ്ടിരിക്കുന്നതുകൊണ്ട് വേറൊരാളെ കൈ കൊടുത്തിട്ട് പറയേണ്ട കാര്യമുണ്ടോ, അതൊക്കെ എന്ന് പറയേണ്ട ഒരുപാട് പേര് കളിയാക്കാറുണ്ട്. ഇവിടെ നിങ്ങൾ അന്ന് വായിച്ചു നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരുത്തനോട് പറയുന്നുണ്ട് എന്ത് സംഭവിക്കുന്നു. വായിച്ച 3-ാമത്തെ വാക്യം. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയോ അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മതി. ഇനി നിങ്ങൾ നോക്കിയാൽ ആരാണ് പറയുന്നത്? ദൈവത്തോടാണോ പറയുന്നത്, മറ്റുള്ളവരോടാണോ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. അപ്പം നാം മറ്റുള്ളവർക്ക് കൈ കൊടുത്ത് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ആരെയാണ് മഹത്വപ്പെടുത്തുന്നത്? ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവമക്കളെ, ഇതൊക്കെ ബൈബിളിനകത്തുള്ള കാര്യങ്ങളാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷെ കുറ്റം പറയാനായിട്ട് ആൾക്കാർ അങ്ങനെ തുനിഞ്ഞിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരത് പറയത്തേ ഉള്ളൂ. ദൈവമക്കൾ, നമ്മൾ കർത്താവ് അതാ പറഞ്ഞത്, എന്നെ വേറൊരു മനുഷ്യന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞാൽ ദൈവവും നിന്റെ ദൂതന്മാരുടെ മുമ്പാകെ നിന്നെക്കുറിച്ച്
ഏറ്റുപറയും. മറ്റുള്ളവരോട് ഏറ്റുപറയാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ദൈവമക്കളെ, അതാണ് ഇതിൻ്റെ സിസ്റ്റം. കർത്താവിൻ്റെ സിസ്റ്റം അതാണ്. ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ഇവിടെ വന്ന് സാറാഫുകളെ കുറിച്ച് കണ്ടു. ഇനി അടുത്താണ് കെരൂബ്. കെരൂബിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ്. കൃപാസനത്തിന് മുകളിൽ കെരൂബുകളെ ഉണ്ടാക്കി വെക്കണം. ആ കെരൂബുകളുടെ ഒരു ചിറക് വേറൊരു ചിറകിനോട് മുട്ടിയിരിക്കണം എന്നുള്ളത് പ്രയോജനമാണ്. കൃപാസനത്തിന് മുകളിൽ വെച്ചിരിക്കുന്ന കെരൂബിനെ കുറിച്ചും നിങ്ങൾക്കറിയാം. പക്ഷേ എന്നുണ്ടെങ്കിൽ യെഹെസ്കേൽ കണ്ട കെരൂബിനെ കുറിച്ചുകൂടെ ഒന്ന് വായിച്ചിട്ട് ഞങ്ങൾ നിർത്തുകയാണ്. 10-ാം അധ്യായം യെഹെസ്കേൽ പ്രവചനം, അത് ഹോൾ ചാപ്റ്റർ കെരൂബിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 1-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിച്ചാട്ടെ. അനന്തരം ഞാൻ നോക്കിയപ്പോൾ കെരൂബുകളുടെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്ന വിധാനത്തിൽ നീലക്കല്ല് പോലെ സിംഹാസനത്തിന്റെ സാദൃശ്യത്തിൽ ഒരു രൂപം അവയുടെ മേൽ കാണായി വന്നു. പ്രൈസ് ദി ലോർഡ്. മതി. അപ്പം കെരൂബുകളെ കുറിച്ച് നിങ്ങൾ കണ്ടു. കെരൂബുകളെ കുറിച്ച് അത് മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനും ചിറകുള്ളതാണ് കെരൂബ്. ഇനിയും അടുത്തതാണ് പ്രൈസ് ദി ലോർഡ്. അടുത്തതിനെ കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. ആർക്ക്ഏഞ്ചൽസ് അഥവാ പ്രധാന ദൂതന്മാർ. പ്രൈസ് ദി ലോർഡ്. പ്രധാന ദൂതന്മാർ അല്ലെങ്കിൽ ആർക്ക്ഏഞ്ചൽസ്, 3 തരത്തിലുള്ള ആർക്ക്ഏഞ്ചൽസ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ ദിവസം ഞാൻ ആർക്ക്ഏഞ്ചൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അതെന്താണെന്ന് ഞാൻ പറയാൻ പോവാണ്. ആദ്യം 3 പ്രധാന ദൂതന്മാരുണ്ട്. അതിനകത്തിലെ 1-ാമത്തെ ആളാണ് മീഖായേൽ, 2-ാമത്തെ ആളാണ് ഗബ്രിയേൽ, 3-ാമത്തെ ആളാണ് പ്രൈസ് ദി ലോർഡ് ലൂസിഫർ. അവന് ഏറില്ല, ഏലില്ല, മാത്രമേ ഉള്ളൂ. സ്തോത്രം. അത് ഓർത്തു കൊള്ളണം. ഏൽ എന്ന് പറയുന്ന വേർഡ് കർത്താവിനെ തന്നെ ബന്ധിച്ചുള്ളതാണ്. അത് ഗബ്രിയേൽ, മീഖായേൽ എന്നാണ് ലൂസിഫർ. ലൂസിഫർ മനുഷ്യനാണെന്ന് ഒരാൾ തന്നെ എന്നോട് കിടന്ന് വാദിച്ചു. ഞാൻ അദ്ദേഹത്തോട് ഒരുപാട് പറയാനായിട്ട് പോയില്ല. മനുഷ്യനാണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. താഴോട്ട് വായിക്കണം, വായിച്ചാട്ടെ. എനിവേ, യെഹെസ്കേലിന്റെ 28-12 മുതൽ താഴോട്ട് വായിച്ചാട്ടെ. മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. എന്നോട് ചോദിച്ചാൽ കണ്ടോ അവൻ മനുഷ്യനാണ്, സോർ രാജാവാണ്, ആ രാജാവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയോട് വാദിച്ച് നിൽക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അച്ഛൻ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞു. ഇന്നതായിട്ട് വായിച്ചു. നീ മാതൃകാ മുദ്രയാകുന്നു, നീ ജ്ഞാന സമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നിന്നെ തീർത്ത നാളിൽ തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു എന്നുള്ള ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. അനേക ദേവദാസന്മാർ പറയാറുണ്ട്, അവർ ചിറക് വിടർത്തുമ്പോൾ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റാണ്, മ്യൂസിക് പുറപ്പെടും എന്നൊക്കെ പറയാറുണ്ട്. ഇതെങ്ങനെയാണ് എന്താണെന്നൊന്നും അവരാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഈ ഏഞ്ചൽസിനെ കുറിച്ച് പഠിക്കാൻ ചിന്തിച്ചപ്പോഴാണ് ഇതിനെക്കുറിച്ച് മനസ്സിലായത്. അതിനകത്തിൽ എഴുതിയിരിക്കുന്നത് ടാബർനറ്റും ട്വൈബ് എന്ന് പറയുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ തടങ്ങളും കൂടുകളും എന്ന് പറയുന്നത് പ്രൈസലോട് ഒരു പ്രത്യേകമായിട്ടുള്ള മ്യൂസിക് ഇൻസ്ട്രുമെൻസ് ആണ്. പ്രൈസലോട് പഴയ കാലത്ത് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മ്യൂസിക് ഇൻസ്ട്രുമെൻ്റാണ്. ഞാൻ ആ പൈപ്പും ഈ ടാബർനെറ്റും എന്നുള്ളത് പ്രൈസലോട് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത് അതാണ് മ്യൂസിക് ഇൻസ്ട്രുമെൻ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസലോട് സ്തോത്രം. അത് പൊന്നുകൊണ്ട് ഉള്ളതായിരുന്നു. പ്രൈസലോട്. ഇനി താഴ്ത്ത് വായിച്ചാട്ട്. നീ മറയ്ക്കുന്ന കെരൂബാകുന്നു, ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. മതി. ഈ അച്ഛൻ ഇത് വായിച്ചില്ലായിരുന്നോ? നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബ ആയിരുന്നു. എവിടുന്നെങ്കിലും ഏതെങ്കിലും വാക്യം വായിച്ചിട്ട് വാദിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ ചെയ്യാൻ പറ്റും?
പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സോർ രാജാവിനെ കുറിച്ചല്ല, സോർ രാജാവിൻ്റെ ഉപമ എടുത്തു ആ ആളെ കാണിച്ചുകൊണ്ട് പറയുന്ന കാര്യം എന്നുള്ളതേ ഉള്ളൂ. അതിനെപ്പറ്റി വിശദീകരിക്കാൻ സമയമില്ല. ഇതാണ് പ്രൈസ് ദി ലോർഡ് ഒരു പ്രധാന ദൂതൻ. അവനെക്കുറിച്ചാണ് യെശയ്യാ പ്രവചനം 14:12 വായിക്കുന്നുണ്ട്. അരുണോദയ പുത്രനായ ശുക്ര എന്ന് മലയാളത്തിൽ വായിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ് ലൂസിഫർ എന്നാണ്, ലൂസിഫർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകം ഓർത്തോളണം. യൂദായുടെ പുസ്തകം അതിൻ്റെ 9-ാമത്തെ വാക്യം. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഫലിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ. ഇതും പറഞ്ഞ് വേറൊരു ദേവദാസൻ എൻ്റെ അധികാരം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് എന്നോട് ശാസിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവമക്കളെ, നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് പ്രൈസ് ദി ലോർഡ് അധൈര്യപ്പെടാതിരിക്കണം. ഈ പ്രധാന ദൂതൻ എന്ന് പറയുന്ന മീഖായേൽ അല്ലെന്നുണ്ടെങ്കിൽ മീഖായേൽ ദ ആർക്കേഞ്ചൽ. ഈ ആർക്കേഞ്ചൽ പിശാചിനോട്, അത് ആരാണ്? ലൂസിഫറിനോട് അവരെ ഒരേ ഗണത്തിൽപ്പെട്ടതാണ്. അന്യോന്യം അവർക്ക് ഭർഷിക്കാൻ അവകാശമില്ല. ഒരേ പവറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരേ കൂട്ടത്തിലുള്ളവർക്ക് അന്യോന്യം ഭർഷിക്കാൻ പറ്റത്തില്ല. അതിന് മേളിൽ അധികാരമുള്ളവർക്കേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യർക്ക് ദൈവം അധികാരം കൊടുത്തത്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. അവർ ആകാശത്തിലുള്ള പർവ്വജാതികളിലും സമുദ്രത്തിലുള്ള മത്സ്യത്തിൻ്റെ മേലും സകല ഭൂമിയിലും ഭൂമിയിൽ എഴുതുന്ന എല്ലാ ഇഴജാതികളുടെ മേലും സർവ്വഭൂം കന്നുകാലികളുടെ മേലും സകലത്തിൻ്റെ മേലും വാഴട്ടെ എന്ന് ദൈവം കൽപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ടാണ് സങ്കീർത്തനം 8 വായിക്കുന്നത്, മർത്യനെ നീ ഓർക്കേണ്ടതിന് അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. അപ്പോൾ ദൂതന്മാരെക്കാട്ടിൽ ഉയർത്തി ദൈവത്തെക്കാട്ടിൽ താഴ്ത്തി മനുഷ്യനാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നത്. അവൻ്റെ സ്വരൂപം ആണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. സാദൃശ്യമാണ് നമ്മൾ. എന്താണ് സാദൃശ്യം? ദൃശ്യമായത് അവൻ്റെ സാദൃശ്യമാണ്. അവനെ ദർശിച്ച പോലെയാണ് നമ്മളെ ദർശിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ സ്വരൂപമാണ് നമ്മുടേത്. ആ രൂപം എന്താണ്? അവൻ ആത്മാവാകുന്നു, നമ്മൾ ആത്മാവാകുന്നു. സാദൃശ്യമാണ് അവൻ. ദൈവത്തിൻ്റെ അതേ ദൃശ്യം ഭൂമിയിൽ കാണുന്നതിന് വേണ്ടിയാണ് ദൃശ്യമായി നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവമക്കളെ, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രധാന ദൂതന്മാർ എന്ന് പറഞ്ഞാൽ ആർക്കേഞ്ചൽസ്. ഇപ്പോൾ നമ്മൾ കണ്ടു സാറാഫുകൾ, കെരൂബുകൾ, ആർക്കേഞ്ചൽസ്. ഇനി അടുത്തതാണ് ജീവികൾ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എഹെസ്കേൽ പ്രവചനത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റെവലേഷനകത്തും കാണാൻ സാധിക്കും. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 5:11. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000 ആയിരുന്നു. അവിടെ നമ്മൾ ജീവികളെ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാണ് ജീവികൾ എന്ന് പറയുന്നത്. വേറൊരു കൂട്ടരെ 5 തരത്തിലുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ദൂതന്മാരെ കാണുന്നുണ്ട്. അവരെന്തുമാത്രമുണ്ട്? 10,000 10,000 ദൂതന്മാരുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ കാണാൻ സാധിക്കും. അത് നിങ്ങളെ ഞാൻ പണ്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ദൂതന്മാർ, പ്രൈസ് ദി ലോർഡ്, അവിടെ ഒരുപാട് പേരുണ്ട്. അതെന്തുമാത്രം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2/3 ഭാഗം കർത്താവിൻ്റെ ദൂതന്മാരും 1/3 പിശാചിനോട് ചേർന്നിരിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അത് നമുക്ക് പുറകാലെ അത് പഠിക്കുന്നുണ്ട്. നിങ്ങൾക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 22-23 വാക്യം വായിച്ചാണ്ട്. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും 10,000 ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും ദുഷ്ടന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹാര രക്തത്തിനും അടുക്കലേക്കത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിനെക്കുറിച്ച് ഇത് തന്നെ എൻ്റെ ഒരു പ്രസംഗ വിഷയമാണ്. ഇതിനകത്തിലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനെങ്കിലും നിങ്ങളോട് ഓടിച്ച് പറയാൻ പോവുകയാണ്. സിയോൻ പർവ്വതം, അതിൻ്റെ ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേം. സിയോൻ പർവ്വതം, സ്വർഗീയ യെരൂശലേം, 10,000 ദൂതന്മാർ. നിങ്ങളൊരു ഹോളെന്ന് ചിന്തിച്ച് ഒരു വലിയ നിങ്ങളുടെ ചർച്ച്, ആ ചർച്ചിൻ്റെ ഒരു സൈഡിൽ സിയോൻ പർവ്വതം, മറ്റേത് സ്വർഗീയ യെരൂശലേം. അതിനുശേഷം 10,000 ഹോൾ നിറച്ച് ദൂതന്മാർ സർവ്വസംഘത്തിനും. പിന്നെ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന
ആദ്യജാതന്മാരുടെ സഭ അതാരാണ്? സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ അത് ഞാനും നിങ്ങളുമാണ്. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്നതും ആദ്യജാതന്മാരായി തീർന്നിരിക്കുന്നതും അതാണ്. പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. ആദ്യജാതന്മാരുടെ സഭയായിട്ട് മാറ്റി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നമ്മൾ നമുക്കുള്ളവരല്ല ദൈവത്തിനുള്ളവരായിട്ട് മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ലോകത്തിലുള്ള ചിന്തിക്കാനുള്ളതല്ല, ദൈവത്തിനുള്ളതാണ്. ദൈവത്തിൻ്റെ ആദ്യജാതന്മാരുടെ സഭ. എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതി ആ രണ്ട് പർവ്വതത്തിനും മധ്യത്തിൽ ദൈവത്തിൻ്റെ ന്യായാധിപതി ഇരിക്കുന്നു. സിദ്ധന്മാരായ നീതിമാന്മാർ. അങ്ങനെ ഇങ്ങനെ ഒരു സൈഡിൽ നമ്മൾ കാണാൻ സാധിച്ചു സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ. പിന്നെ അടുത്തത് സിദ്ധന്മാരായ നീതിമാന്മാർ. അതാരാണ്? പഴയ നിയമ വിശുദ്ധന്മാരായിരിക്കുന്ന നീതിമാന്മാർ. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായി യേശു ഒരു സ്ഥലത്ത് നമുക്ക് വേണ്ടി വാദിക്കുവാൻ നിൽക്കുന്നു. പിന്നെ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം പഴയ നിയമ വിശുദ്ധന്മാരുടെ മധ്യത്തിൽ നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം പ്രൈസ് ദി ലോർഡ് ഇവിടെയാണ്. ഇത്ര വലിയൊരു കൗൺസിലിന്റെ മുന്നിലാണ് കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു കൗൺസിലിന്റെ മുന്നിൽ കടന്നു വന്നതിന് ശേഷം പ്രൈസ് ദി ലോർഡ് നിങ്ങൾ വെറുതെ പോകുന്നവരെല്ലാം പ്രാപിച്ചുകൊണ്ട് ഇവിടെ പോകാൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിങ്ങൾ അവിശ്വാസത്താൽ കർത്താവിനെ സംശയിക്കരുത്, വിശ്വാസത്താൽ പ്രാപിക്കുവാൻ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ അനേകായിരം ദൂതന്മാർ എന്താണ് ചെയ്യുന്നത്? ദൂതന്മാർ നമുക്ക് വേണ്ടി പ്രൈസ് ദി ലോർഡ് ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണെന്ന് നമ്മളിവിടെ കാണാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ കണ്ടത് 5 ഡിവിഷൻസ് ഓഫ് ഏഞ്ചൽസ്. സാറാഫുകൾ, കെരൂബുകൾ, ആർക്കേഞ്ചൽസ്, ജീവികൾ, ദൂതന്മാർ. ഇങ്ങനെ 5 പ്രൈസ് ദി ലോർഡ് 5 തരത്തിലുള്ള ഡിവിഷൻസ് കാണാൻ സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇനിയും അടുത്തത് 5 ഡിവിഷൻസ് ഓഫ് എർത്ത്. ഭൂമിക്ക് 5 ഡിവിഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഇനി അടുത്തതായി കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തേത് പാതാളം. പാതാളത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഒരുപാട് പ്രാവശ്യം വിശുദ്ധ വചനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനകത്തിലെ ഒരു വാക്യം മാത്രം വായിക്കുന്നു. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 22-ാമത്തെ വാക്യം. എന്റെ കോപത്താൽ തീ ജ്വലിച്ചു, പാതാളത്തിന്റെ ആഴത്തോളം കത്തും, ഭൂമിയെയും അതിന്റെ അനുഭവത്തെയും ദഹിപ്പിച്ച് പർവ്വതങ്ങളുടെ അടിസ്ഥാനങ്ങളെ കരിച്ചുകളയും. പാതാളം എന്ന വേട് കേട്ടു. ഞാനിനി ഓടിച്ച് 2 വാക്യങ്ങൾ വായിക്കാം. യോബിന്റെ പുസ്തകം 21-13 വായിച്ച അവർ സുഖമായി നാൾ കഴിക്കുന്നു, മാത്രം കൊണ്ട് പാതാളത്തിലേക്ക് ഇറങ്ങുന്നു. സങ്കീർത്തനം 9-17 ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. ഇങ്ങനെ പാതാളത്തെക്കുറിച്ച് ഒരുപാടുണ്ട്. ഞാനത് എല്ലാം എടുക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇനിയും അടുത്തത് പറുദീസ. പലരും ചിന്തിക്കുന്നത് പറുദീസ എന്ന് പറയുന്ന സ്ഥലം ഇപ്പോഴും അവിടെ ഉണ്ട്. ഈ പറുദീസയിൽ നിന്നാണ് പ്രൈസ് ദി ലോർഡ് കള്ളനെ അങ്ങോട്ടാണ് വിളിച്ചത്. നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് പിന്നെ പ്രാർത്ഥിച്ച് മേളിലോട്ട് കയറ്റാനായിട്ടുള്ള ഒരു പരിപാടിക്കാണ് പലരും പ്രാർത്ഥിക്കാനായിട്ട് നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മരിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിച്ച് മുകളിലോട്ട് കയറ്റുന്ന പ്രോഗ്രാം ഒന്നും നടക്കത്തില്ല. ദൈവവേദയിൽ ഞാൻ യാക്കോബായിലായിരുന്നു. ഇവരെല്ലാം അങ്ങനെയായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മരണം കാനഡയിൽ നടന്നു. യാക്കോബായിൽ ഒരാളായിരുന്നു. വേറൊരു പ്രയർ ലൈൻ വരുന്ന ഒരു അമ്മാമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ആ മരണ ശുശ്രൂഷയ്ക്ക് ഫ്യൂണറിൽ കടന്നുപോയി. അത് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ 7 ദിവസം ഇവിടെ 3 ദിവസം വീടിന് ചുറ്റിപ്പറ്റി നടക്കും, പിന്നെ 7 ദിവസം കല്ലറയ്ക്ക് ചുറ്റിപ്പറ്റി നടക്കും, പിന്നെ 16 ദിവസം അവിടെ ചുറ്റിപ്പറ്റി നടക്കും, ഇവിടെ ചുറ്റിപ്പറ്റി നടക്കും, പിന്നെ 40 ദിവസം അടിയന്തരമുണ്ട്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്ത് മരിച്ച മനുഷ്യരെല്ലാം കൂടെ ലോകം മുഴുവൻ ചുറ്റി ഊടാടി നടക്കുകയാണെന്നുണ്ട്. ഇന്നാളൊരു ദിവസം ഒരു പെന്തക്കോസ്തിലുള്ള ഒരു സഹോദരി പറയാനിടയായി, പാസ്റ്ററെ ഈ മരിച്ചവരുടെ ആത്മാക്കളൊക്കെ ഈ ലോകത്തിൽ ഇങ്ങനെ ഊടാടി നടക്കാതെ ഒരു മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റത്തൊന്നുമില്ല. ദൈവമക്കളെ, റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പഠിക്കരുത്. പ്രൈസ് ദി ലോർഡ്. തിരുവചനം നോക്കി തിരുവചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പറുദീസയ്ക്ക് എന്ത് സംഭവിച്ചു നോക്കാം. പ്രൈസ് ദി ലോർഡ്. ലാസറിനോട് നിങ്ങൾക്കറിയാം, ലൂക്കോസിന് സുവിശേഷം 16-ാം അധ്യായത്തിനകത്ത് 19 മുതൽ 31 വരെയുള്ള ഭാഗത്ത് ഒരു ധനവാനെ ലാസറിൻ്റെ കാര്യം പ്രത്യേകം കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. ധനവാൻ എന്താണ് യാചനാ സ്ഥലത്തും ലാസർ അബ്രഹാമിൻ്റെ മടിയിലും ഇരിക്കുന്നു. ഈ ലാസറിനെ ഇങ്ങോട്ട് അയക്കണമെന്ന് പറയുന്നത്, ലാസർ സന്തോഷിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് ആരോട് പറഞ്ഞു? മരിച്ച ഒരു കള്ളനോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അത് ഞങ്ങൾ യാക്കോബായി പറഞ്ഞുകൊണ്ടിരുന്നത് വലത്ത് ഭാഗത്തെ കള്ളനോട് കർത്താവ് പറഞ്ഞു, നീ ഇന്ന് എന്നോട് കൂടി പറുദീസയിൽ ഇരിക്കും. കർത്താവ് വലത്ത് ഭാഗത്തെ കള്ളനോടും ഇടത്ത് ഭാഗത്തെ കള്ളനോടും ആരോടും അല്ല പറഞ്ഞത്, ഒരു കള്ളനോടാണ് പറഞ്ഞത്.
കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട ഒരുവനോടാണ് പറഞ്ഞത്. ഒരുവൻ കർത്താവിനെ തള്ളി പറഞ്ഞു, മറ്റൊരുവൻ കർത്താവിനോട് പറഞ്ഞു, നമ്മൾ ഇതിന് യോഗ്യരാണ്, ഇവൻ ഒരു തെറ്റും ചെയ്യാത്തവനാണ്. കർത്താവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് ആ കള്ളൻ അനുദപിച്ചു. അവനോടാണ് കർത്താവ് പറയുന്നത്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആ പറുദീസ ഉണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അബ്രഹാമിൻ്റെ മടിയുണ്ടോ? ഇല്ല. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ആ ഭാഗമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. സങ്കീർത്തനം 68:18 വായിച്ചാണ്. നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി യാഗ് എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി എന്നുള്ള ഭാഗം നിങ്ങൾ കണ്ടു. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളൊന്ന് വായിച്ചാണ്. എന്നാൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാതിസ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. ശ്രദ്ധിച്ച് നോക്കേണ്ട കാര്യമാണ്. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിലേക്ക് കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് മരിച്ചപ്പോൾ തന്നെ എന്താ നടന്നത്? ഭൂമിയുടെ ഭൂമി കുലുങ്ങി, പാറകൾ പിറന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 27:51 മുതൽ 53 വരെയുള്ള വേദഭാഗത്ത്. പ്രൈസ് ദി ലോർഡ്. യേശു മരിച്ച ഉടനെ തന്നെ പ്രൈസ് ദി ലോർഡ് പാതാളത്തിലേക്ക് പോവുകയും അവിടെയുള്ളവർ വിശുദ്ധന്മാരെ, അതുപോലെ ലാസർ മുതൽ പ്രൈസ് ദി ലോർഡ്, കർത്താവ് പറഞ്ഞ ലാസറിൻ്റെ കാര്യം മുതൽ പ്രൈസ് ദി ലോർഡ് ആ ബദ്ധന്മാരെ അബ്രഹാമിൻ്റെ മടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എല്ലാം മാറ്റി പാതാളം ഇപ്പോൾ ഇല്ല, അവിടെ നോ മോർ. പ്രൈസ് ദി ലോർഡ്. നോ മോർ. ഇത് എന്താണ് പറുദീസ എന്ന് പറയുന്ന ഒന്നും അവിടെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇനി മൂന്നാമത്തേത് ബോട്ടംലെസ് പിറ്റാണ്. ആ ബോട്ടംലെസ് പിറ്റിനെ കുറിച്ച് ഞാൻ ഒരു ചെറിയ വിശദീകരണം പറയാം. റെവലേഷൻ 9:1 കാണാൻ സാധിക്കും. ഈ ബോട്ടംലെസ് പിറ്റ് എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ്, അതിന് ബോട്ടമില്ല എന്ന് പറഞ്ഞാൽ അടിവശമില്ല, മുകളിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. ഈ മുകളിൽ അടച്ചു വെച്ചിരിക്കുന്നതും അടിയിലോട്ട് പോയാൽ അങ്ങ് താഴോട്ട് പൊക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ, ഒരിക്കലും തെങ്ങും ചെന്ന് എത്തുന്നില്ല. അതിനെയാണ് ബോട്ടംലെസ് പിറ്റ് എന്ന്. അതിന് അഗാധകൂപം എന്ന് മലയാളത്തിൽ വായിക്കുന്നു. കർത്താദാസ് എന്ന് വായിച്ചാട്ട്. 5-ാമത്തെ ദൂതനൂതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണു കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധകൂപം തുറന്നു. ഉടനെ പെരുഞ്ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. അത് നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മനസ്സിലാകും. എന്നിട്ട് ഇവിടുത്തേക്കാണ് പ്രൈസ് ദി ലോർഡ് പിശാച് ലഗിയോൻ പിടിച്ചവൻ. ലഗിയോൻ പറയുന്നുണ്ട്, ഞങ്ങളെ ദണ്ഡിപ്പിക്കരുത് എന്ന് പറയുന്ന ഒരു അപേക്ഷ കേൾക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ആ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ഞങ്ങളെ ദണ്ഡിപ്പിക്കുന്നവരുടെ അടുക്കിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഗാധകൂപത്തിലേക്ക് ഞങ്ങളെ അയക്കരുത് എന്ന് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ അഗാധകൂപത്തിൽ ഒരു കൂട്ടം എന്തുണ്ട്? പൈശാചിക ശക്തികളുണ്ട്. അവരെ അടിച്ചു വെച്ചിരിക്കുകയാണ്, ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 5-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണെടുക്കുന്നത് കണ്ടു. നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, ഭൂമി സ്വർഗത്തിൽ കാണുന്ന നക്ഷത്രത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാനൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. സിനിമ സ്റ്റാർ അവർ നക്ഷത്രം വന്നോ? അല്ല, സ്റ്റാർ എന്നാണ് പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ സ്പോർട്സ് സ്റ്റാർ അവർ സ്റ്റാറാന്നോ? അല്ല, അവരൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ പോലെ ഒരു നക്ഷത്രം ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അത് അവന് അഗാധകൂപത്തിൻ്റെ താക്കോൽ ലഭിച്ചു. അപ്പോൾ ഇത് അടച്ചു വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിനടുത്ത് കുറച്ച് കൂട്ടരുണ്ട് പൈശാചികൻ്റെ ശക്തികൾ. പ്രൈസ് ദി ലോർഡ്. ലൂസിഫറിൻ്റെ കുറച്ച് ആൾക്കാർ അതിനകത്തിലുണ്ട്. അടുത്ത ആൾക്കാർ എവിടെയാണെന്ന് നോക്കിയാണ്, പ്രിസണിൽ കുറച്ച് ആൾക്കാരുണ്ട്. 2 പത്രോസ് 2:4 നമ്മൾ വായിക്കുന്നു പ്രിസണിലുള്ള ആൾക്കാരെ. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് വായിച്ചു. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും. ഇവിടെ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവരെ കുറച്ച് ദൂതന്മാരെ പ്രിസണിലിട്ടിരിക്കുകയാണ്.
ഞാൻ പറഞ്ഞു ലൂസിഫറിൻ്റെ കൈ 3-1 ഉള്ളൂ. അതിനകത്തിൽ കുറച്ച് പേരെ ഇവിടെയാണ് അഗാധകൂപത്തിലാണ്, കുറച്ച് പേരെ ഇവിടെയാണ് നരകത്തിലാക്കിയിരിക്കുകയാണ്, പ്രിസണിലാക്കിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനിയും അവരുടെ പറ്റി വേറൊരു ഭാഗത്തൂടെ പറയുന്നത് നോക്കിക്കൊണ്ട് യൂദായുടെ ലേഖനം 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാണ്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾ കണ്ട ഇതിനകത്തിൽ 1/3 അവർക്കുള്ള ദൂതന്മാരിലെ അതിനകത്തിലെ കുറച്ച് പേരെ പ്രിസണിലാക്കിയിരിക്കുന്നു, കുറച്ച് പേരെ എവിടെയാക്കിയിരിക്കുന്നു, ബോട്ടംലെസ് പിറ്റിലാക്കിയിരിക്കുന്നു. ഈ കുറച്ച് പേരെ എവിടെയാക്കിയിരിക്കുന്നു, അവരെ ഈ ലേക്ക് ഓഫ് ഫയറിലേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ലേക്ക് ഓഫ് ഫയറിലേക്കുള്ളത് അത് നമ്മളിപ്പോൾ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. തങ്ങളുടെ വാഴ്ച കൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ ന്യായവിധിക്കായി എന്നേക്കുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ സ്വതന്ത്രന്മാരായുള്ള ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജനം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവധി സഹിച്ച് അവരെ ദൃഷ്ടാന്തമായി കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 5 സ്ഥലങ്ങളെ കണ്ടുകൊണ്ട് ഭൂമിക്കുള്ളിൽ താഴെയുള്ളത്: 1 പാതാളം, 2 പറുദീസ, 3 ബോട്ടംലെസ് പിറ്റ്, 4 പ്രിസൺ, 5 ലേക്ക് ഓഫ് ഫയർ. ഈ ലേക്ക് ഓഫ് ഫയറിനെ കുറിച്ച് ഒരു വാക്കൂടെ വായിച്ചതിന് ശേഷം നമ്മൾ വായിക്കണമെന്നുണ്ടെങ്കിൽ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. അതാണ് പ്രൈസ് ദി ലോർഡ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിനകത്ത് ഇടത്തുള്ളവരോട് കർത്താവ് പറയുന്നുണ്ട്. സ്തോത്രം. എന്താണ് പറയുന്നത്? സ്തോത്രം. ദൂതന്മാർക്കും അവർക്ക് പിശാചിനും ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ എന്ന് പറയും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നിത്യാഗ്നി? ഇതാണ് നിത്യാഗ്നി. പ്രൈസ് ദി ലോർഡ്. 1 പറുദീസ, പാതാളം, പറുദീസ, ബോട്ടംലെസ് പിറ്റ്, പ്രിസൺ, ലേക്ക് ഓഫ് ഫയർ. 5 ഡിവിഷൻസ് ആണ് ഭൂമിക്കുള്ളത്. ഇനി ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചത് ഒന്ന് ക്രോഡീകരിച്ച് നിങ്ങളോട് പറഞ്ഞിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. 5 ഡിവിഷൻസ് ആണ് ദൈവത്തിൻ്റെ മിനിസ്ട്രി. അപ്പോസ്തലന്മാർ, പ്രോഫറ്റ്, ഇവാഞ്ചലിസ്റ്റ്, പാസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്. വൈദികരാരുമില്ല, എന്താണ് പുരോഹിതന്മാരാരുമില്ല. പുരോഹിതന്മാർ ആർക്കാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നത് റിലീജിയനാണ്. പ്രൈസ് ദി ലോർഡ്. മതത്തിനാണ് പുരോഹിത ശുശ്രൂഷയുള്ളത്. പ്രൈസ് ദി ലോർഡ്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മതം എടുത്താലും അവിടെ പുരോഹിതനും മഹാപുരോഹിതനും കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിൻ്റെ സഭയിൽ പുരോഹിത ശുശ്രൂഷ ഇല്ല. അവർക്ക് കൊടുത്തിരിക്കുന്ന ശുശ്രൂഷ എന്താണ്? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്, ഇവാഞ്ചലിസ്റ്റ്, പാസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്. ഒരു പ്രാവശ്യം ഞാൻ ഇവിടെയുള്ള ഒരു ചൈനക്കടയിലോട്ട് പോകാനിടയായി തീർന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു മനുഷ്യന്, ഇന്ത്യക്കാരന്, അവൻ്റെ കയ്യിൽ, വലത്തെ കയ്യിൽ കറുത്ത ചരടും ചുമന്ന ചരടും കെട്ടിയിട്ടുണ്ട്. അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ഹൈന്ദവനാണെന്ന് മനസ്സിലായി. അപ്പോൾ എന്നെ കണ്ടു, ഹലോ പറഞ്ഞു. ഞാനും ഹലോ പറഞ്ഞു. എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഹിന്ദിയിലാണ് സംസാരിച്ചതിന് ശേഷം ഇംഗ്ലീഷിൽ സംസാരിച്ചു. അതിന് ശേഷം എന്നോട് ചോദിച്ചു എന്താ ജോലി ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ഞാനൊരു പാസ്റ്ററാന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു ഐ ആം ഓൾസോ എ പാസ്റ്റർ. ഞാൻ പെട്ടെന്ന് നോക്കി, ഇവൻ പാസ്റ്ററോ? പറഞ്ഞു ഐ ആം ഓൾസോ എ പാസ്റ്റർ ഓഫ് ഹിന്ദു ടെമ്പിൾ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞില്ല, ഈ കൗണ്ടർ ഫിറ്റിന് പിശാച സകല തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇന്നാളുടെ ഒരു ദിവസം ഒരു അച്ഛന് എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു അച്ഛനല്ലയോ, CSIയിലെ അച്ഛനല്ലയോ? ഐ ആം എ പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൗണ്ടർ ഫൈറ്റിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും ഈ ബൈബിളിനകത്ത് എന്ത് എഴുതിയിരിക്കുന്നുണ്ടോ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ എന്തെങ്കിലും അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്നത് എല്ലാത്തിനെയും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ഈ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നവരുടെ പുറകെ പോകരുത്. ദൈവമക്കളെ, അവരെ കുറ്റം പറയാനും പോകരുത്. കർത്താവ് അവരെ ഡീൽ ചെയ്തോളും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കാര്യം നമ്മൾ നോക്കുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നവരുടെ പുറകെ പോകരുത്. ആ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പിശാച് കുറച്ച് പേരെ ആക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 2ാമത്തെ ഡിവിഷനാണ് പിശാചിൻ്റെ തന്ത്രങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിൻ്റെ ലോകാധിപതി, സ്വർഗ്ഗാംഗങ്ങളിലെ ദുഷ്ടാത്മസേന. 3ാമത്തെ ഡിവിഷനാണ് സാറാഫുകൾ, ഡിവിഷൻസ് ഓഫ് ഏഞ്ചൽസ്. സാറാഫുകൾ, കെരൂബുകൾ,
ആർക്ക് ഏഞ്ചൽസ്, ജീവികൾ, ദൂതന്മാർ. ആ ആർക്ക് ഏഞ്ചൽസിനകത്തുള്ളതാണ് മിഖായേൽ, ഗബ്രിയേൽ, ലൂസിഫർ. നാലാമത്തെ എർത്തിലെ 5 ഡിവിഷൻസ്: പാതാളം, പറുദീസ, ബോട്ടംലെസ് പിറ്റ്, പ്രിസൺ, ലേക്ക് ഓഫ് ഫയർ. ഇങ്ങനെ 5 ഡിവിഷന്റെ 4 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിച്ചത്. ഈ ഏഞ്ചൽസിനെ കുറിച്ചുള്ള സ്റ്റഡി നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് അനേക വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തത്. ഇതുവരെയും എനിക്കിത് പ്രസംഗിക്കാൻ അവസരം കർത്താവ് തന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കർത്താവ് അതിനു വേണ്ടി അവസരമൊരുക്കിയത്. കർത്താവ് പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവരെയും ഇത് ഈ മിനിസ്ട്രി ഓഫ് ഏഞ്ചൽസ് ശുശ്രൂഷ അനുഗ്രഹമായി തീരട്ടെ. നിങ്ങൾ ദൂതന്മാരെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും. നമ്മുടെ ജീവിതത്തിൽ വിടുതലും ആശ്വാസവുമായി തീരും. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ഈ വചനത്താൽ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു.